പന്തളം രാജകുടുംബം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉൾപ്പെടെ, അതായത് DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഏറെ ഗൌരവമുള്ള വിഷയമാണ്. കൃത്യമായ തെളിവുകൾ സഹിതമാണ് ന്യൂസ് 18 വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് രാജകുടുംബാംഗം രാജരാജവർമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയ പരാതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തൽ കൂടി ന്യൂസ് 18 പുറത്തുവരികയാണ്. അതായത് ശബരിമലയിലെ മുൻ കീഴ്ശാന്തി, മുൻ പമ്പ മേൽശാന്തി കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ആർ പോറ്റി ഇപ്പോൾ ന്യൂസ് 18 ചേരുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടക്കുന്നത്, എങ്ങനെയാണ് അതിൽ തിരിമറികൾ നടക്കുന്നത്, ഈ നിയമനങ്ങളിലെ വഴിവിട്ട ഇടപെടലുകൾ, കൈക്കൂലി നൽകിയുള്ള ഇടപാടുകൾ, ഇതടക്കം ഇദ്ദേഹം വ്യക്തമായി അറിയാവുന്ന വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമല മേൽശാന്തി നിയമനത്തിന് അപേക്ഷ നൽകി ഇന്റർവ്യൂ വരെ എത്തി ഏറ്റവും ഒടുവിൽ ആ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന, കാരണം എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും പണം കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രം ഒഴിവാക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സുരേഷ് ആർ പോറ്റി. തിരുമേനി, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അങ്ങ് പല വർഷങ്ങളിലും കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഈ ശബരിമല മേൽശാന്തിയാകാൻ വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട്. എല്ലാ യോഗ്യതയുമുള്ള വ്യക്തിയാണ്. പക്ഷെ പണം നൽകാത്തതിന്റെ പേരിൽ ഇവർ പലതവണയായിട്ട് അങ്ങയോട് പണം ആവശ്യപ്പെട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരാണ് ഈ പണം ആവശ്യപ്പെടുന്നത്? എന്താണ്? ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ട വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അതിനുശേഷമാണ് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ഈ ശബരിമല മേൽശാന്തി നിയമനത്തിന്റെ നടപടികൾ? ഈ രീതിയിൽ പണം വാങ്ങി, ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ട വാർത്ത കണ്ടപ്പോൾ ഒരു പക്ഷെ അങ്ങേക്കൊരു ഞെട്ടൽ തോന്നിക്കാണില്ല. കാരണം ഇത് പതിവായി ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇത് ഒരു സ്ഥിരം പല്ലവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് വർഷങ്ങളായി ഒരു പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സംഭവമാണ്. ഞാൻ ഏതാണ്ട് ഒരു 2008 മുതൽ ശബരിമല മാളികപ്പുറം മേൽശാന്തിക്ക് അപേക്ഷിക്കുന്നതാണ്. 2007-ലും 2008-ലും ഞാൻ ഫൈനൽ ലിസ്റ്റിലുണ്ടായിരുന്നു. 2017-ലും ഫൈനൽ ലിസ്റ്റിൽ വന്നതാണ്. പിന്നെ ഇങ്ങോട്ട് പിടിപാടിൻ്റെയും സാമ്പത്തിക സ്രോതസ്സിൻ്റെയൊക്കെ ബലത്തിലാണ് ഈ ഫൈനൽ ലിസ്റ്റ് വരുന്നതും. ഇതിനകത്ത് മുഖ്യ പുരോഹിതർ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ വരെ ഇതിനകത്ത് ഭാഗവാക്കാണ്. കഴിഞ്ഞ വർഷവും എന്നോട് ഒരു മുഖ്യ പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇത്ര കാശ് വേണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് കുറച്ച് പൈസ എന്നോട് മേടിച്ചിരുന്നു. എന്നിട്ട് ബോർഡ് ഭാരവാഹികളെ പ്രസിഡന്റിനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ പ്രസിഡന്റിനെ പോയി കണ്ടു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഇന്നാണ് എൻ്റെ നടപടിക്രമങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലെ സാഹചര്യം എല്ലാം കൂടെ നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോകുന്നു. എത്ര രൂപ ആവശ്യപ്പെട്ടത് അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? ഒരു മുഖ്യ പുരോഹിതനായിട്ടുള്ള ഒരാൾ എന്നോടൊരു 3 ലക്ഷം രൂപ വരെ മേടിച്ചു. കഴിഞ്ഞ വർഷം മാത്രം? കഴിഞ്ഞ വർഷം മേടിച്ചു. അതിനുശേഷം ബോർഡ് ഭാരവാഹികളെ കാണാൻ പറഞ്ഞു. എന്നെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് രണ്ടും കൂടെ നമുക്ക് ഒട്ടും അവർ ചോദിക്കുന്ന 5 ലക്ഷം രൂപ വേറെ. ഇത് കൈക്കൂലിയായിട്ടാണോ ചോദിക്കുന്നത്? ഫൈനൽ ലിസ്റ്റ് വരാനാണ് ചോദിക്കുന്നത്. ഇന്റർവ്യൂ വരെ എത്തിയായിരുന്നു? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നറുക്കെടുപ്പ് ലിസ്റ്റിൽ വരണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ. അതിൽ നറുക്കെടുപ്പിൽ കിട്ടിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ എടുത്തിട്ട് ബാക്കി പൈസ നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് ഇതിനകത്ത് ഡീലിങ്സ്. പിന്നെ ഇന്റർവ്യൂ ആണ് ഇതിനകത്ത്. മുഖ്യ പുരോഹിതൻ എന്ന് പറയുന്ന അങ്ങ് ഉദ്ദേശിക്കുന്നത് തന്ത്രിയാണ്? മുഖ്യപുരോഹിതൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പേര് വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് അന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ അങ്ങ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് മൊഴി നൽകിയൊരു വ്യക്തി കൂടിയാണല്ലേ? SIT എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ അതെന്തോ അന്നത്തെ ആ 2011-12 ആ കാലഘട്ടത്തിൽ കീശാന്തിയായിട്ടിരുന്നതാണ്. അപ്പോൾ അന്നത്തെ അവിടുത്തെ കാര്യങ്ങളും അറിയാൻ വേണ്ടിയാണ്. വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ കീശാന്തി എന്ന് പറഞ്ഞാൽ മേശാന്തിയേക്കാളും ഉത്തരവാദിത്തമാണ് കീശാന്തിക്ക് എന്ന് പറഞ്ഞാൽ. ശ്രീകോവിലിൻ്റെ താക്കോൽ വരെ കീശാന്തിയുടെ അണ്ടറിലാണ്. പിന്നെ 2 സ്വർണ്ണക്കുടങ്ങൾ, ഒരു സ്വർണ്ണക്കുടം എന്ന് പറഞ്ഞാൽ 2 കിലോ വരും, ഒരെണ്ണം 2.5 കിലോ വരും. ആ സ്വർണ്ണക്കുടം കീശാന്തിയുടെ അണ്ടറിലാണ്. വെളുപ്പിന് കീശാന്തിയാണ് ശ്രീകോവിലിൻ്റെ താക്കോൽ മേശാന്തിക്ക് എടുത്തു കൊടുക്കുന്നത് നട തുറക്കാനായിട്ട്. നട അടയ്ക്കുമ്പോൾ മേശാന്തി റൂമിൽ ആ താക്കോൽ തിരിച്ച് മേടിക്കുന്നത് കീശാന്തിയാണ്. വെളുപ്പിന് നട തുറക്കാൻ പോകുമ്പോൾ 1 കിണ്ടി വെള്ളം താക്കോലും കൂടെ ശ്രീകോവിലിൻ്റെ താക്കോലും കൂടെ കീശാന്തി എടുത്ത് കൊടുക്കുന്നത്. അത്രയ്ക്ക് ഉത്തരവാദിത്തമാണ് കീശാന്തിക്ക്. പിന്നെ വെളുപ്പിന് കീശാന്തി മുറി എന്നുള്ള സ്വർണ്ണക്കുടത്തിൽ ഉള്ള നെയ്യ് ഒഴിച്ചുകൊണ്ടാണ് ആദ്യത്തെ നെയ്യ് വിഷയം സ്വർണ്ണക്കുടത്തിലാണ് വെളുപ്പിന്. അതിനുശേഷം മറ്റുള്ള നെയ്യ് വിഷയമൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അറിവുണ്ടായിരുന്നു? അന്ന് എന്നോട് ചോദിച്ചത് അടിച്ചിരിക്കുന്ന പാളികളെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. അന്നെന്ന് പറഞ്ഞാൽ ഈ ചെമ്പിന് മേലിൽ ഈ സ്വർണ്ണ ഷീറ്റായിട്ട് തന്നെ അടിച്ചിരിക്കുന്നത്, അല്ലാതെ പൂശുമല്ലായിരുന്നു. മൊത്തം
സ്വർണ്ണം ഈ പേപ്പറിനേക്കാളും കനം കുറച്ച് ബിസ്ക്കറ്റിൻ്റെ സ്ക്വയറായിട്ട് അന്ന് ഞാൻ പ്രസാദ് ഭരണത്തിൽ 98-99 ഞാൻ പ്രസാദ് ഭരണത്തിൽ ഡ്യൂട്ടി ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ് ഈ ഷീറ്റൊക്കെ അടിക്കുന്നത്. അല്ലാതെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെന്ന് അങ്ങേക്ക് ബോധ്യമായതാണ്? സ്വർണ്ണക്കൊള്ള നടന്നിട്ടെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് അറിയണമെങ്കിൽ ഈ ശ്രീകോവിലിന് മേളിലെ ഈ SITയുടെ ഈ അന്വേഷണം എനിക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നുന്നില്ല. ശ്രീകോവിലിന് മേളിലെ ഒരു പാളി എടുത്തു കഴിഞ്ഞാൽ ഈ വാതിലിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റും. ശ്രീകോവിലിൻ്റെ മേളിലെ പാളി എടുക്കണം, അല്ല വാതിലിലെ പാളി എടുത്തിട്ട് കാര്യമില്ല. ശ്രീകോവിലിൻ്റെ മേളിലുള്ള ഒരു പീസിന് എടുക്കുവാണെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും എത്ര കനത്തിൽ സ്വർണ്ണം അടിച്ചിട്ടുണ്ടോ. വ്യാപകമായ രീതിയിൽ കൊള്ള നടന്നിട്ടുണ്ടെന്നുള്ള ഓർമ്മ. ഉണ്ണികൃഷ്ണൻ പറ്റി എന്ന് പറഞ്ഞാൽ മഹാഫ്രോഡാണ്. അത് ഈ മുഖ്യ പുരോഗതിയായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും സ്വാതന്ത്ര്യം ശബരിമല കിട്ടിയത്. അറിയോ, പണ്ടെന്ന് പറഞ്ഞാൽ ഈ തമിഴന്മാരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരൊക്കെ ശബരിമല വന്നു കഴിഞ്ഞാൽ ഇവനാണ് എൻ്റെ മെയിൻ ഒരു കണ്ണി അവിടുത്തെ. അതായത് ഈ ശബരിമലയിൽ തന്ത്രി കുടുംബം അറിയാതെ ഒരു ക്രമക്കേട് നടക്കില്ല അല്ലേ? എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടിലപ്പടിയൊക്കെ അഴിച്ചുകൊണ്ട് പോകണമെങ്കിൽ ആ ക്ഷേത്ര തന്ത്രിയാണ്. അതിന് കേടുപാടുണ്ടെന്ന് പറഞ്ഞാൽ ക്ഷേത്ര തന്ത്രി ചെയ്ത് കൊടുക്കണം. തന്ത്രി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശബരിമല മാനേജറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയപ്പെടുത്തിയാൽ മാത്രമേ അതിന് നടപടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ മാനേജർക്കോ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഈ മേൽശാന്തി നിയമനത്തിൽ ഇവരുടെ അറിവുണ്ടെന്ന് ഉറപ്പാണ് ഈ തന്ത്രി കുടുംബത്തിന്റെ. മാത്രമല്ല ഇത് വിശ്വാസികളടക്കം വല്ലാത്ത രീതിയിലാണ്. ഈ അയ്യപ്പ ഭക്തർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിശ്വാസികൾ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികൾ ഏറെ ആദരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഏറെ നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ക്ഷേത്രമാണ്. ആ വിശ്വാസികളടക്കം ചതിക്കുന്ന രീതിയിലല്ലേ ഈ നടപടി? വിശ്വാസികളെ മൊത്തത്തിൽ ശരിക്കും ഒരു വിശ്വാസ വഞ്ചന കാട്ടുന്ന രീതിയിലാണ് പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ശബരിമല തന്ത്രിയുടെ പേര് കേസ് വന്നു. എന്തുകൊണ്ട് ഇരുന്ന മേശാന്തിയുടെ പേര് കേസ് വന്നില്ല? ദിവസം ക്ഷേത്രം നട തുറക്കുന്ന മേശാന്തിയാ. ദിവസം ആ ക്ഷേത്രത്തിൽ മണ്ഡല മറുവിളക്ക് കാലത്ത് മാസപതിക്ക് നട തുറക്കുന്നത് മേശാന്തിയാ. ആ വാതിലിന് കേടുപാടുണ്ടെങ്കിൽ മേശാന്തിക്ക് അറിയാം. ഇപ്പം ഏറ്റുമാനൂര് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, വൈക്കം, ഇത്ര മഹാക്ഷേത്രങ്ങളിലെ ശ്രീകോവിലിൻ്റെ വാതിലിന് കട്ടിലപ്പടിക്ക് ഒരു കേടും വന്നിട്ടില്ല. ഈ ശബരിമല മാത്രം ഇങ്ങനെ ഒരു വാതിലിന്റെ ഒരു കേട് വന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കും? മേൽശാന്തിക്ക് അത് അറിവുണ്ടായിരിക്കണം. മാത്രമല്ല ഈ ഇപ്പോഴത്തെ ഈ മേൽശാന്തി നിയമനവും അത് പാർട്ടി ഇടപെടലുണ്ടെന്ന്, കാരണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും വിശദമായ അന്വേഷണം നടത്തിയത്. അങ്ങനെയെങ്കിൽ ഇത് CPMന്റെ ഒരു ഇടപെടൽ ഈ മേൽശാന്തി നിയമനത്തിലടക്കം നടക്കുന്നുണ്ടോ? അത് ഭരണന്മാർ വരുമ്പോൾ എല്ലാ തലത്തിലും ഇടപെടലുകൾ ഉണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും അതിന്റെ പിടിപാട് വെച്ചിട്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഈ പമ്പ മേൽശാന്തിയുടെ സാധാരണ മേൽശാന്തി നിയമനം എന്നൊക്കെ പറഞ്ഞാൽ ദൈവ നിയോഗം എന്നാണല്ലോ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ദൈവ നിയോഗം അല്ലാതെ പാർട്ടി നിയോഗം അതിന്റെ ബാക്കിൽ നടക്കുന്ന കളികൾ ആർക്കും അറിയത്തില്ലല്ലോ എന്താണെന്നുള്ളത്. എങ്ങനെയാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നതെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. ഇതൊരു ഇന്റർവ്യൂ ബോർഡ്. ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ശബരിമല ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർക്ക് 30 മാർക്ക്, ശബരിമല തന്ത്രിക്ക് 30 മാർക്ക്, തന്ത്ര വിദ്യാപീഠത്തിന് 30 മാർക്ക്. കറക്റ്റ് ഇത്രയും പേർക്ക് പണം കൊടുക്കണോ? അല്ല, ഇതിനകത്ത് പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ നടക്കുന്നത് മൊത്തം TV-യിൽ ഹൈക്കോടതി നിരീക്ഷകൻ വരെയുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൊത്തം ഇന്റർവ്യൂവും ടെലികാസ്റ്റ് ചെയ്യുക, ക്യാമറ എടുക്കുക. ഇത് ബോർഡ് മെമ്പർമാരൊക്കെ സെപ്പറേറ്റ് മാർക്ക് ഇടണമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ബോർഡ് മെമ്പർമാരുടെ മാർക്കും കൂടെ പ്രസിഡന്റ് ഇടുന്നത്, മനസ്സിലായോ? ഇപ്പം ശബരിമല തന്ത്രിയുടെ ഈ ഇടയ്ക്ക് തുടങ്ങിയിട്ടുള്ളൂ 2 മാർക്ക് ഇടാൻ തുടങ്ങിയിട്ട്. തന്ത്രവിദ്യാപീഠത്തിൻ്റെ മാർക്ക് തന്ത്രവിദ്യാപീഠം ഇടേണ്ടത്. പക്ഷെ തന്ത്രവിദ്യയുടെ ചിലപ്പോൾ മുഖ്യ പുരോഗമനം തന്നെ അയാളുടെ മാർക്ക് ലിസ്റ്റ് മേടിച്ച് മാർക്ക് അയാൾ തന്നെ ഇടും. ഇവർക്ക് വേണ്ടപ്പെട്ട മാർക്ക് ഇടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഈ പണം കൊടുത്തവർക്ക് മാത്രമാണ് അവസാന പട്ടികയിൽ വരികയുള്ളൂ. ഫൈനലിസ്റ്റ് അത്രേ ഉള്ളൂ. അതല്ലാതെ ഈ രീതിയിൽ വ്യാജരേഖ ചമച്ചല്ലോ. വ്യാജരേഖ കൃത്രിമമായി ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 10 വർഷത്തെ മൂന്ന് പൂജകൾ തുടർച്ചയായുള്ള ക്ഷേത്രങ്ങളിലല്ലേ? 10 വർഷം തുടർച്ചയായി, 12 വർഷത്തിൽ 10 വർഷം തുടർച്ചയായി 3 നേരം പൂജകളുള്ള ക്ഷേത്രത്തിലായിരിക്കണം മേശാന്തി ആയിരിക്കണം എന്നുള്ള നിയമമുണ്ട്. ആ സർക്കുലറിൽ തന്നെ ഉണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകുന്നുണ്ടോ? ഇപ്പൊ തന്ത്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും. തന്ത്രി സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് വേണം. തന്ത്രി വേണം ഇദ്ദേഹത്തിന് പൂജയിൽ പ്രാവണ്യം ഉണ്ടെന്ന് പറഞ്ഞു എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതാ ചിലപ്പോൾ ആ മുഖപരിചയത്തിന്റെ പുറത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് യാതൊരു കാര്യം അറിയത്തില്ലായിരിക്കും. അങ്ങനെയാണ് ഇതിനകത്ത് മെയിൻ കാര്യങ്ങൾ കയറി വരുന്നത്. അപ്പോൾ ഈ ബോർഡിൽ തന്നെ അപ്പോൾ ഫൈനൽ ആരൊക്കെ ലിസ്റ്റ് വരണം എന്നുള്ളത് 2 ദിവസം മുമ്പേ ബോർഡ് തീരുമാനിക്കും. ആരൊക്കെ ഫൈനൽ ലിസ്റ്റ് വരണം എന്നുള്ളത്. ആ ലിസ്റ്റ് ഒരു പ്രഹസനമാണ്. എനിക്കിപ്പോൾ ഇന്റർവ്യൂ പ്രഹസനമാണ്. എനിക്കിപ്പോൾ വെട്ടി തുറന്ന് പറഞ്ഞാൽ ആരും മടിയില്ല. ഇന്റർവ്യൂ പ്രഹസനമാണ്.
ബോർഡ് തീരുമാനിക്കും ആരും ലിസ്റ്റ് വേണം, ആ ലിസ്റ്റ് തന്ത്രിക്ക് കൈമാറും. അതനുസരിച്ചാണ് മാർക്ക് ഇടുന്നത്. വരണ്ടാത്തവർക്ക് മാർക്ക് കുറച്ചിടും. മാർക്ക് കുറച്ചിട്ട് അവന് ചിലപ്പോൾ എല്ലാം കൊണ്ടും അവന് യോഗ്യത ഉണ്ടായിരിക്കും, പക്ഷെ അവൻ ഔട്ടാ. ഈ അപേക്ഷയ്ക്കപ്പുറം മറ്റു പരീക്ഷകളോ ഒന്നുമില്ല? കാരണം നിങ്ങൾക്ക് സംസ്കൃത പാണ്ഡിത്യം ഉണ്ടാകണം, ആ പരീക്ഷ അത്തരം ടെസ്റ്റുകളൊന്നും നടത്താറില്ല. ഇത് അഭിമുഖം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ആദ്യമേ തന്നെ സംസ്കൃതത്തിലും പൂജാ ഇതിലുള്ള പ്രാവീണ്യത്തിന് എഴുത്ത് പരീക്ഷ നടത്തണം. ആദ്യമേ സംസ്കൃതത്തിൽ ഫുൾ എഴുത്ത് പരീക്ഷ വേണം. പിന്നെ തന്ത്രവിദ്യാഭ്യാസത്തിന് 30 മാർക്ക് എന്തിനാണ് കൊടുത്തത്? സംസ്കൃതത്തിൽ ഇപ്പോൾ പ്രാവീണ്യം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ സംസ്കൃതത്തിലുള്ള എല്ലാ കാര്യങ്ങളും എഴുത്ത് പരീക്ഷയാക്കണം, മറ്റുള്ളത് എഴുത്ത് പരീക്ഷയാക്കണം. ഈ എഴുത്ത് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ജയിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ഹൈക്കോടതിക്ക് കൊടുക്കണം. ഹൈക്കോടതി ആയിട്ട് ഫൈനൽ ലിസ്റ്റ് ഈ അഭിമുഖത്തിനായിട്ട് ഹൈക്കോടതി ഫൈനൽ ലിസ്റ്റ് ദേവസ്വം ബോർഡിന് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ 50-60 അപേക്ഷകരൊന്നും വരികയില്ല, കൂടിയ ഒരു 10 പേർക്കുള്ളിൽ വരികയില്ല. ഈ തട്ടിപ്പും കൊള്ളയും തടയാൻ പറ്റും. അല്ല, ഇതിപ്പം ഈ ഒരു ക്രമക്കേട് കൃത്യമായും തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കളങ്കിതനായിട്ടുള്ള മേൽശാന്തി, അതായത് വ്യാജരേഖ ചമച്ചു എന്ന ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ ഒരു കളങ്കിതനായിട്ടുള്ള ആൾക്ക് ഇനി അവിടെ മേൽശാന്തിയായി തുടരാൻ, കാരണം ഇത് സ്വാഭാവികമായിട്ട് അന്വേഷിക്കണം, സർക്കാർ തലത്തിൽ അന്വേഷിക്കേണ്ട വിഷയമാണ്. അങ്ങനെ അന്വേഷിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹം അതിന് തുടരാൻ യോഗ്യനായിരിക്കും. പിന്നെ തുടരാൻ യോഗ്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തുടരുന്നതിന് യാതൊരു ഇതും ഇപ്പോഴത്തെ ഇതിൽ വരാൻ സാധ്യതയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പോൾ ജോലിക്കാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് വിജിലൻസാണ്. വിജിലൻസ് എൻക്വയറിയുടെ ശേഷം മാത്രമേ ഇവനെ ഇന്റർവ്യൂ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ വിജിലൻസ് എൻക്വയറിക്ക് ശേഷം ഈശ്വരൻ നമ്പൂതിരി, വിജിലൻസ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരിയാണ് ഇദ്ദേഹത്തിന് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച് കാണുമായിരുന്നു. ഈശ്വരൻ നമ്പൂരിയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വൈക്കത്ത് കഴിഞ്ഞ വർഷം മാനേജരായിട്ടിരുന്ന ഈശ്വരൻ നമ്പൂരിയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വിജിലൻസിലേക്ക്, മാവേലിക്കര വിജിലൻസിലേക്കാണ് അദ്ദേഹം വന്നിട്ടുണ്ട്. ആ ഈശ്വരൻ നമ്പൂരിയാണെന്ന് എനിക്കറിയത്തില്ല. ആ ഈശ്വരൻ നമ്പൂരിയാണ് എന്നോട് വരെ അദ്ദേഹം കാശ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ റിട്ടയർഡ് ആയപ്പോൾ എൻ്റെ സർവീസ് ബുക്ക് റെഡിയാക്കാനായിട്ട് അദ്ദേഹം എന്നോട് വിജിലൻസ് ഓഫീസർ ഇവിടെ വൈക്കം മാനേജരായിട്ടിരുന്ന ഈ കഴിഞ്ഞ വർഷം പുള്ളി ഹരിപ്പാട് എൻ്റെ കമ്മീഷണറായിട്ട് മാറിപ്പോൾ ഇപ്പോൾ പുള്ളി മാവേലിക്കര വിജിലൻസിലാണ്. ആ സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി പണം ചോദിക്കും, സർവീസ് ബുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എനിക്ക് പെൻഷൻ കിട്ടാണ്ട് ഒരു വർഷത്തേക്കുള്ള എടുത്തു, 1.5 വർഷം. ഇത് അങ്ങ് പരാതി കൊടുത്തില്ലേ? ഇത് പരാതി കൊടുത്തില്ല. പരാതി കൊടുത്താൽ നമുക്ക് സർവീസ്, നമുക്ക് പെൻഷൻ അത്യാവശ്യം. വീണ്ടും ബുക്ക് അങ്ങനെ പല സ്ഥലത്ത് ബുക്ക് കിട്ടിയായിരുന്നോ? ബുക്ക് പിന്നെ കാല് പിടിച്ച് എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? ഇല്ല, അന്നോട് പുള്ളി 25,000 ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ആ ഈശ്വരൻ നമ്പൂരിയാണ് വൈക്കത്ത് മാനേജരായിട്ടിരുന്ന ഈശ്വരൻ നമ്പൂരിയാണ്. ഇപ്പോൾ വീണ്ടും പുള്ളി അദ്ദേഹത്തെ വിജിലൻസ് ആയിട്ട് ഇപ്പോൾ ഈ മാറ്റത്തിൽ അങ്ങനെ നിയമിച്ചിട്ടുണ്ട്. മാവേലിക്കരാന്ന് എനിക്ക് തോന്നുന്നു ആ ഈശ്വരൻ നമ്പൂരിയാണെങ്കിൽ. ഓക്കെ. അല്ല, അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം ഈ മേൽശാന്തി നിയമനത്തിന്റെ സമയത്ത് അദ്ദേഹം വിജിലൻസ് ഓഫീസറായിരുന്നു. ആ ഈശ്വരൻ നമ്പൂതിരിയാണ്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈശ്വരൻ നമ്പൂതിരിയാണ്. ഈശ്വരൻ നമ്പൂരി ഇത് രണ്ട് വേറെ ഈശ്വരൻ നമ്പൂരി. ആ ഈശ്വരൻ നമ്പൂരി ഇപ്പോൾ ഏതോ ക്ഷേത്രത്തിലേക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ. ഓക്കെ. പുള്ളി തിരുവല്ല കാലാകാലങ്ങളായി ഈ രീതിയിലുള്ള ക്രമക്കേട്, അഴിമതി, കൈക്കൂലിയൊക്കെ ഈ ദേവസ്വം ബോർഡിലും വിജിലൻസിലും തുറന്നു വരുന്നുണ്ട്. വിജിലൻസിലും ദേവസ്വം ബോർഡിലും വിജിലൻസിലും ഈസിയായിട്ട് തുറന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിസ്സാരം ശബരിമല മേശാന്തര നിയമനം മാത്രമല്ല, ഇപ്പോൾ പമ്പ മേശാന്തര നിയമനമാണെങ്കിലും തിരുവല്ലം, കൊട്ടാരക്കര, ഈ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലൊക്കെ നിയമനങ്ങളൊക്കെ റെക്കമെൻഡേഷൻ്റെ പുറത്തും ഒക്കെ ആൾക്കാർ ലിസ്റ്റിൽ കയറി വരുന്നത്, ശാന്തിക്കാർ കയറി വരുന്നത്. ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള നടന്നു വരുന്ന നടപടി. പണം ഇല്ലാത്തവനെ ഇതുപോലുള്ള ശ്രേഷ്ഠമായ പദവിയിൽ എത്താൻ കഴിയും. പണം ഇല്ലാത്തവന് എത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പരാതി കൊടുത്താൽ അവൻ നോട്ടപ്പള്ളിയാവും. അവൻ ഇന്റർവ്യൂ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഒഴിവാക്കും. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഫുൾ എഴുത്ത് പരീക്ഷ ആക്കിയിട്ട് സംസ്കൃതത്തിലുള്ള പ്രാവീണ്യത്തിലും പൂജാ പ്രാവീണ്യത്തിലും എഴുത്ത് പരീക്ഷ ആക്കി, ആ എഴുത്ത് പരീക്ഷ പാസ്സാവുന്നവരെ മാത്രമേ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ അഭിമുഖത്തിന് വിളിക്കാവുള്ളൂ. അപ്പോൾ ഈ തീവട്ടിക്കുള്ള ഒരു 90% കുറയ്ക്കാൻ പറ്റും. അതാ പറയാം, ഫൈനൽ ലിസ്റ്റ് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് രണ്ട് ദിവസം മുമ്പേ ലിസ്റ്റ് മറ്റുള്ള ഈ ഇന്റർവ്യൂ ബോർഡിലുള്ള മാർക്ക് ഇടാവുന്നവർക്ക് കൈമാറും. അത് വെച്ച് അവർ മാർക്ക് ഇടുള്ളൂ. ഈ ലിസ്റ്റിലല്ലാത്തവർക്ക് മാർക്ക് കുറച്ചിടും. അവൻ പരാതിപ്പെട്ട ഞാൻ ഫുള്ളായിട്ട് ഉത്തരം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പോയാലും അവന് മാർക്ക് കുറവാണ്, കേസ് തള്ളിപ്പോവും. ഇതാണ് രേണുക, വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ശ്രീ സുരേഷ് ആർപോറ്റി തിരുമേനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം ശബരിമലയിലെ മുൻ കീഴ്ശാന്തിയായിരുന്നു, പമ്പയിലെ മേൽശാന്തിയായിരുന്നു. കഴിഞ്ഞ വർഷം വരെയും, അതായത് തുടർച്ചയായി ശബരിമല മേൽശാന്തി നിയമനത്തിനായി അപേക്ഷ നൽകുന്ന വ്യക്തിയാണ്. ഇന്റർവ്യൂ ഘട്ടം വരെയും പല വർഷങ്ങളിലും എത്താറുണ്ട്. അവിടെ എത്തുമ്പോൾ, അതായത് അന്തിമ പട്ടികയിലേക്ക്, നറുക്കെടുപ്പ് പട്ടികയിലേക്ക് വരണമെങ്കിൽ പണം ചോദിക്കുന്നു. കഴിഞ്ഞ വർഷം ഈ മുഖ്യ പുരോഹിതന് 3 ലക്ഷം രൂപ കൈക്കൂലി നൽകേണ്ടി വന്നു എന്നൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ
ഇത് നമ്മുടെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും അധികാരികളും ഹൈക്കോടതിയും അടക്കം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു തിരുമേനിയുടെ അടുത്ത് നിന്ന് മാത്രം ഈ രീതിയിൽ പണം വാങ്ങുന്നുണ്ടെങ്കിൽ എത്രയോ പേരുടെ കയ്യിൽ നിന്ന് അവർ പണം കൈപ്പറ്റുന്നുണ്ട് എന്നതടക്കം പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ പട്ടിക അവസാനം മേൽശാന്തിയായില്ലെങ്കിൽ 1 ലക്ഷം രൂപ അവരെടുത്ത് ബാക്കി തുക മാത്രം തിരികെ നൽകുന്നു. അങ്ങനെയെങ്കിൽ ഈ പണം നൽകുന്ന ആളുകളുടെ എത്രയോ പേരുടെ കയ്യിൽ നിന്നും ഈ 1 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. മാത്രമല്ല മേൽശാന്തിയാകണമെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. അതിനപ്പുറം ഈ രീതിയിലുള്ള തിരിമറി ഇദ്ദേഹത്തിന് അവസാനത്തെ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി മാത്രം 25,000 രൂപ കൈക്കൂലി ചോദിക്കുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ചോദിക്കുന്നു. അങ്ങനെ വലിയ തീവെട്ടിക്കൊള്ള ഈ ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡിനെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി അല്ലെങ്കിൽ പുതിയ മന്ത്രി അടക്കം ഈ വിഷയത്തെ ഗൗരവമായി കാണേണ്ടതാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണം വേണ്ടതാണ്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന വാർത്ത അതൊരു നിമിത്തമാകാം. ഇനി ഈ വരുന്ന വർഷത്തിൽ, അതായത് പുതിയ വിജ്ഞാപനം പുറത്തു വരാൻ പോകുന്നു. പുതിയ വിജ്ഞാപനം വന്നു. പുതിയ വിജ്ഞാപനം പുറത്തു വന്നിട്ടുണ്ട്. ഇനിയുള്ള മേൽശാന്തി നിയമനത്തിലെങ്കിലും എല്ലാ പരിശോധനകളും നടത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ന്യൂസ് 18 വാർത്ത ഒരു മാറ്റങ്ങളുടെ തുടക്കമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.